സിജിൽ കൊടുങ്ങല്ലൂർ സംഗീതാധ്യാപകൻ, കവി, ഗാനരചയിതാവ് എന്നീ മേഖലകളിൽ 30 വർഷത്തോളമായി കലാജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നു. ജന്മസ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി പാലക്കാട് കൽപ്പാത്തിക്കടുത്ത് താമസിക്കുന്നു. 1994 പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് കർണാടക സംഗീതത്തിൽ ബിരുദം നേടുകയും തുടർന്ന് ഭവൻസ്, ഹോളി ട്രിനിറ്റി വിദ്യാലയങ്ങളിൽ സംഗീത അധ്യാപകനായും ചലച്ചിത്ര നടി ആശാ ശരത്തിൻ്റെ ദുബായിലുള്ള കൈരളി കലാകേന്ദ്ര 9 വർഷം സംഗീത അധ്യാപകനായും മൃദംഗ അധ്യാപകനായും സേവനം തുടർന്നു. പിന്നണി ഗായിക ലതിക ടീച്ചർ, വിശ്വം കൊടുങ്ങല്ലൂർ, പുതുപ്പരിയാരം ഉണ്ണികൃഷ്ണൻ, ആയിങ്കുടി മണി, NH രാമസ്വാമി, ആലപ്പി ശ്രീകുമാർ എന്നിവരാണ് ഗുരുക്കന്മാർ. കേരള സംഗീത നാടക അക്കാദമി അംഗീകൃതമായ 2019 കൊടുങ്ങല്ലൂർ സോപാനം സ്നേഹധാര പുരസ്കാരവും 2023 നവരശ്മി പുരസ്കാരവും നേടിയിട്ടുണ്ട്. സ്കൂൾ കലോത്സവങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ വിധികർത്താവായിരുന്നിട്ടുണ്ട്. പൂമുത്തോളെ, നങ്ങേലിപ്പൂവെ തുടങ്ങിയ സിനിമാ ഗാനങ്ങളുടെ പ്രശസ്ത സംഗീത സംവിധായകൻ രഞ്ജിൻ രാജ് പ്രിയപ്പെട്ട ശിഷ്യനാണ്. 20 വർഷത്തോളമായി കലോത്സവങ്ങളിലെ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്ത് എത്താറുള്ള, ഇപ്പോഴും പല വിദ്യാർത്ഥികളും പാടി സമ്മാനം നേടുന്ന മതിലേക, എഴുതാൻ മറന്ന കിനാവ്, ഇനിയും പാടുവതെന്തേ തുടങ്ങിയ ലളിതഗാനങ്ങളുടെ രചയിതാവാണ് സിജിൽ കൊടുങ്ങല്ലൂർ. 2023 ആന്ധ്രാപ്രദേശിലെ വാറങ്കലിൽ ദേശീയ തലത്തിൽ നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലളിതഗാന മത്സരത്തിൽ ലളിതഗാനത്തിൻ്റെ വരികൾക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 2023 NIT കാലിക്കറ്റ് നടത്തിയ മറ്റൊരു ദേശീയതല ലളിതഗാന മത്സരത്തിൻ്റെ വരികൾക്കും 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 3 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 2018 കൊച്ചിൻ ഹൊറൈസൺ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ദൈവത്തിനൊരു ക്ഷണക്കത്ത് എന്ന ആദ്യത്തെ കവിതാ സമാഹാരം വയലാർ രാമവർമ്മയുടെ മകൾ ഇന്ദുലേഖ വയലാർ പ്രകാശനം ചെയ്തു. 2ാമത്തെ സമാഹാരം അശാന്തബുദ്ധൻ പ്രശസ്ത കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ 2023 ജനുവരിയിൽ പ്രകാശനം ചെയ്തു. 2024 പ്രസിദ്ധീകരിച്ച 3ാമത്തെ പുസ്തകം മഴ തീർന്നുപോയ ആകാശം സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിൻ്റെ പത്നി ശോഭ രവീന്ദ്രൻ കൊടുങ്ങല്ലൂരിൽ വെച്ച് പ്രകാശനം ചെയ്തു. കലാകൗമുദിയിലും മാതൃഭൂമിയിലും കവിതകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. 2004 ആദ്യ സിനിമ പ്രിയം പ്രിയങ്കരം. ഈ സിനിമയിലെ പ്രകാശ് ഉള്ളിയേരി സംഗീതം നിർവഹിച്ച 3 ഗാനങ്ങൾ എഴുതി പാടിയത് അനുരാധ ശ്രീറാം, ശ്രീനിവാസ്, ജിത പ്രകാശ്. ഓൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ വീഡിയോ ആൽബത്തിലെ ഗാനരചനയ്ക്ക് DIG B സന്ധ്യ IPS നിന്നും പുരസ്കാരം ലഭിച്ചു. G വേണുഗോപാൽ പാടിയ ഗുരുപൂർണിമ എന്ന ആൽബത്തിലെ 7 ഗാനങ്ങൾ എഴുതി ഷോർട്ട് ഫിലിമുകൾ ഓർമ്മതൻ സുഖം, പ്രണയ നീലാംബരി, ലവ് 916, മീര തുടങ്ങിയവയാണ്. പാലക്കാട് ജില്ലാ ജനമൈത്രി പോലീസ് വരദം മീഡിയയിലൂടെ റിലീസ് ചെയ്ത ഒപ്പമുണ്ട് എന്ന മോട്ടിവേഷൻ വീഡിയോയിലെ ടൈറ്റിൽ സോങ്ങിൻ്റെ രചന നിർവഹിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ആകാശവാണി നിലയം ലളിതഗാനങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. 2022 നവംബർ 18 തിയേറ്ററിൽ റിലീസ് ചെയ്ത അട്ടപ്പാടിയുടെ കഥ പറയുന്ന മനോജ് പാലോടൻ സംവിധാനം ചെയ്ത നഞ്ചിയമ്മ, ടിനി ടോം തുടങ്ങിയവർ അഭിനയിച്ച സിഗ്നേച്ചർ എന്ന സിനിമയിൽ ആമരത്താഴെ എന്ന ജനശ്രദ്ധ നേടിയ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിട്ടുണ്ട്. ഭദ്ര റെജിനാണ് ഹൃദയം മൂവി ഫെയിം ഈ പാട്ട് പാടിയിരിക്കുന്നത്. 2024 മെയ് 31 തിയേറ്റർ റിലീസ് ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസൻ നായകനായി കലാഭവൻ ഷാജോൺ, അന്ന രാജൻ, ഗിന്നസ് പക്രു, സലീം കുമാർ തുടങ്ങിയവർ അഭിനയിച്ച കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയിൽ ചെമ്പരുന്തേ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഗാനരചയിതാവാണ് സിജിൽ കൊടുങ്ങല്ലൂർ. MG ശ്രീകുമാറും റിമി ടോമിയുമാണ് ഈ ഗാനം പാടിയിട്ടുള്ളത്. പാലക്കാട് മലയാള മനോരമ നല്ല പാഠം കോർഡിനേറ്റർ, പാലക്കാട് സ്വാതി സംഗീത സഭ ജോയിന്റ് സെക്രട്ടറി എന്നീ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗാനരചനയും കവിതയെഴുത്തും കവിതാലാപനവും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തുടരുന്ന ഒട്ടനവധി കവിതകളുടെ ആലാപനം യൂട്യൂബിലുണ്ട്. കൂടാതെ കുമാരനാശാൻ മുതലുള്ള മഹാകവികളുടെ 25ഓളം കവിതകളും ആലപിച്ച വീഡിയോകളും യൂട്യൂബിലുണ്ട്. കർണാടക സംഗീതത്തിലും ലളിതഗാനങ്ങളിലും സമഗ്രമായ അധ്യാപന സപര്യ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. സിജിൽ കൊടുങ്ങല്ലൂരിനെ രവീന്ദ്രജാലം പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം.